സ്വാതന്ത്ര്യരെ ഇന്നത്തെ ടാരോ റീഡിലേക്ക് ഇന്ന് ഞാൻ ടാരോയോട് ചോദിക്കുന്നത് എന്താണ് എൻ്റെ സ്വപ്നങ്ങൾ എന്നോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സമീപകാലത്ത് സ്ഥിരമായിട്ട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെന്തോ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാർഡ് നമ്മൾ ഷഫിൾ ചെയ്യുമ്പോൾ ചാടിപ്പോയതാണ്, അതുകൊണ്ട് ഈ കാർഡ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോഴത്തെ എന്താണ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ പറയുന്നത് എന്നതിൻ്റെ ഉത്തരം ഈ കാർഡ് തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ എവിടേക്ക് എത്തും എന്നുകൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ റീഡിംഗ് പൂർത്തിയായി. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ 9 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഈ കാർഡ് കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും, കടുത്ത ആശങ്ക, രാത്രി ഉറക്കമില്ലായ്മ, ആങ്സൈറ്റി. നിങ്ങൾക്കറിയാം, എണീറ്റിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്, ഞെട്ടി എണീറ്റിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. ഒരുപാട് വാളുകൾ കാണുന്നുണ്ട്. അതിനർത്ഥം ഈ വ്യക്തി അനുഭവിക്കുന്ന മാനസിക വ്യത തന്നെയാണ്. എന്താണ് നമ്മളുടെ സ്വപ്നങ്ങൾ പറയാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വന്നിട്ടുള്ള കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന കാർഡാണ്. ഇത് വിധി, ഭാഗ്യചക്രം എന്നൊക്കെ പറയുന്നൊരു കാർഡാണ്. തീർച്ചയായിട്ടും ഈ കാർഡിൽ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ചിഹ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് അടുത്ത് തന്നെ വരാനിരിക്കുന്ന എന്തോ ഒരു സംഭവം, അത് നല്ലതാണോ പൊട്ടയാണോ നമുക്കറിയില്ല. കാരണം ഇതിൽ എല്ലാ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്കത് മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ സൺ എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വരാൻ പോകുന്നത്. കാര്യം വെച്ചാൽ ഇതിൽ എല്ലാം ഉണ്ടായിട്ട് പോലും സൺ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടൊരു കാർഡാണ്, പുതിയൊരു തുടക്കത്തിൻ്റെ കാർഡാണ്, പഴയതും മറന്നുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് ഇനി അടുത്ത് തന്നെ നല്ലൊരു സമയം വരുന്നു, ഒരു പുതിയ തുടക്കങ്ങൾ വരുന്നു, അതൊരു സ്പിരിച്വൽ ജേണിയുടെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ വിശകലനം ചെയ്യുക, ശ്രദ്ധിക്കുക. ഐ വിഷ് യു എ ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം.